മെഡിസിൻ എടുത്ത് മസിൽ ബിൽഡ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ദയവേത് നിങ്ങൾ ഒരു കാര്യം നോക്കുക, നിങ്ങളുടെ കയ്യിൽ കാശുണ്ടോ എന്ന് നോക്കുക. കാശില്ലെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുത്. മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, ഇൻ കേസ് നിങ്ങളിപ്പോ മെഡിസിൻ സൈക്കിളിൽ നിൽക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, അത് ട്രീറ്റ് ചെയ്യാൻ പോലും കാശില്ലാത്ത ആൾക്കാരാണ് ഇതിന്റെ പുറകെ നടക്കുന്നത്. അതുകൊണ്ട് ഫണ്ടാണ് ഇതിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്പോർട്സ് നമ്മുടെ ഫിറ്റ്നസ് ആണ് എന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പൊ നോർമലി ഉള്ള ഡയറ്റ് നോക്കാൻ പോലും ഡെയിലി ഒരു 1.5 ഗ്രാം പ്രോട്ടീൻ പോലും എടുക്കാൻ കാശില്ലാത്ത ആൾക്കാരാണ് നാളെ പോയിട്ട് മെഡിസിൻ കുത്താനായിട്ട് പോകുന്നത്. മനസ്സിലായില്ലേ? നിങ്ങളൊരു കാര്യം നോക്കി, നിങ്ങളുടെ കയ്യിൽ കാശുണ്ടോ എന്ന് നോക്കാം. നിങ്ങൾക്ക് ഒരു ഇൻ കേസ് ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ അതിന് കാശ് വേണം. ഡെയിലി ഫുഡ് കഴിക്കണം, അതിന് കാശ് വേണം. പിന്നെ ഈ പറഞ്ഞു തരുന്ന ആൾക്കാർക്ക് ട്രെയിനിങ്ങിന് കാശ് കൊടുക്കണം. പിന്നെ ഇങ്ങനെ ഓരോ സപ്ലിമെന്റ് കാര്യങ്ങൾക്ക് കാശ് കൊടുക്കണം. 8,000 രൂപ, 20,000 രൂപ, 30,000 രൂപ മാസം സാലറി കിട്ടുന്ന ഒരാൾക്ക് പോലും പറ്റുന്ന പണിയല്ലേ ഇത്. ഇല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. മനസ്സിലായില്ലേ? പിന്നീട് ഇതിന്റെ സൈഡ് എഫക്ട് കാര്യങ്ങളൊക്കെ പിന്നെ ആദ്യം നിങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിൽ കാശ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പരിപാടിക്ക് നിൽക്കാവൂ. പിന്നെ വെച്ചാൽ നിങ്ങളുടെ പാഷൻ, അത് ഓക്കെ, പാഷൻ എല്ലാം നല്ലൊരു കാര്യമാണ്. ഇന്നൊരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇതിന്റെ പുറകെ ഇറങ്ങി തിരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നല്ലോണം ചിന്തിക്കുക, നിങ്ങൾക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് നോക്കുക. മനസ്സിലായില്ല? അല്ലാതെ ഇപ്പം ജിമ്മി വരുന്ന ഒരാൾ പറഞ്ഞ് എന്താ നാളെ തൊട്ട് മെഡിസിൻ എടു, പെട്ടെന്ന് മസിൽ ഇടണോ, കോമ്പറ്റീഷൻ ഇറങ്ങാം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നതിനെക്കാട്ടിലും ബെറ്റർ നിങ്ങൾ ചിന്തിക്കുക. ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഓക്കെ ആണ് എങ്കിൽ മാത്രം ഇതിനകത്തോട്ട് പോവുക.